പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതം എങ്ങനെയുണ്ട്? ഓരോ ദിവസവും കടക്കുന്നത് വല്ലാത്ത പ്രശ്നം തന്നെയാണ് എന്ന് പറയുകയാണോ? ജീവിതം മടുത്തുപോയോ? അങ്ങനെ വിചാരിക്കരുത്. കാരണം പ്രശ്നം വന്നാലേ നന്നായിരിക്കൂ. പ്രശ്നങ്ങളും പോരാട്ടങ്ങളുമില്ലെങ്കിൽ ജീവിതം രുചിക്കില്ല. പ്രശ്നവും പോരാട്ടവുമില്ലെങ്കിൽ യേശുവിന്റെ അത്ഭുതങ്ങളെ നമുക്ക് അനുഭവിക്കാനാകുമോ? അത് വന്നാലേ യേശു എനിക്ക് അത്ഭുതം ചെയ്തു, എല്ലാം കടന്നുവരാൻ എന്നെ സഹായിച്ചു എന്ന് പറയാനാവൂ. ഈ കെട്ടിടം കണ്ടില്ലേ? വളരെ പഴക്കമുള്ള തകർന്നു പോയ സ്ഥിതിയിലല്ലേ ഇതുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ധനുഷ്കോടി എന്ന സ്ഥലത്ത് കൊടുങ്കാറ്റടിച്ച് നാശനഷ്ടങ്ങളുണ്ടാക്കിയെന്ന്. 40 വർഷങ്ങൾക്ക് മുൻപ് ഈ കെട്ടിടത്തിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയ പട്ടണം തന്നെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ്, തപാൽ ഓഫീസായിരുന്നു ഇത്. ആ കാലത്ത് ഇവിടം എത്ര ബിസിയായിരുന്നിരിക്കും അല്ലേ? പക്ഷേ ഇന്ന് ഇത് തകർന്നു കിടക്കുന്നു. കാരണം ഒരു കൊടുങ്കാറ്റടിച്ചു, അതുകൊണ്ട് കടൽ ക്ഷോഭിച്ച് എല്ലാം തകർത്തു. ഇന്ന് അതിന്റെ ശിഥിലങ്ങളാണ് ഇവിടെയുള്ളത്. ചിലരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ, കടൽക്ഷോഭം ഛേദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ജീവിതം നശിച്ചു പോകുന്നത് നാം കാണുന്നു. പക്ഷേ കർത്താവായ യേശു കൂടെയുണ്ടെങ്കിൽ ശരണമായും സുരക്ഷയോടെയും ഇരിക്കാൻ സഹായിക്കും. ആപത്ത് കടന്നുപോകും, നമ്മൾ സുരക്ഷിതരായിരിക്കും. ആപത്ത് കടന്നുപോകും, നമ്മൾ സുരക്ഷിതരായിരിക്കും. നിങ്ങൾ യേശുവിലല്ലേ ഉള്ളത്? യേശുവിന്റെ കൈപിടിച്ച് നടക്കുന്നില്ലേ? കാരണം എല്ലാം യേശുവിന് കീഴടങ്ങിയിരിക്കും. ദൈവമല്ലേ എല്ലാം സൃഷ്ടിച്ചത്. കടലിനോട് ഇതുവരെയേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതനുസരിക്കും. തിരകളോട് ശാന്തമാകൂ, ക്ഷോഭിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ശാന്തമാകും. കാറ്റിനോട് ശാന്തമാകൂ എന്ന് പറഞ്ഞാൽ കാറ്റ് ശാന്തമാകും. കാരണം എല്ലാം സൃഷ്ടിച്ച് കൈക്കുള്ളിൽ വെച്ചിരിക്കുന്നവനാണ് കർത്താവ്. യേശു മുഖാന്തിരമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലേ? ശരി, ഇന്ന് ദൈവം എനിക്ക് തരാൻ പോകുന്ന വാക്ക് എന്താണ് എന്ന് അറിയണം അല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം വാക്യത്തിൽ, നീ നനവുള്ള തോട്ടം പോലെയും വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ദൈവം പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നീ നനവുള്ള തോട്ടം പോലെയിരിക്കും, വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. എന്നുവെച്ചാൽ ഒരു തോട്ടമുണ്ടെന്നിരിക്കട്ടെ, അടുത്തുകൂടി ഒരു നല്ല നദി ഒഴുകുന്നു. വെള്ളം നിറയെ ഉണ്ട് എങ്കിൽ ആ തോട്ടം പച്ചപ്പുള്ളതായിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ വരണ്ടിരിക്കും. ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ ചെന്ന സമയത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലോസ് ഏഞ്ചലസ് പട്ടണത്തിലേക്ക് കാറിൽ യാത്ര ചെയ്തു. അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. കുറേ മണിക്കൂറുകൾ യാത്ര ചെയ്തു. ആ റോഡിന്റെ ഇരുവശവും വലിയ തോട്ടമുണ്ടായിരുന്നതിന്റെ അടയാളമുണ്ടായിരുന്നു. നിറയെ മരങ്ങളുണ്ടായിരുന്നു. എല്ലാം ഉണങ്ങിപ്പോയിരുന്നു. എല്ലാം ഉണങ്ങി നിർജീവമായിരുന്നു. ഉണങ്ങിക്കിടക്കുന്ന തോട്ടം കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഇവിടെ വരൾച്ചയാണ്, വെള്ളം ഇല്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം വരണ്ടുപോയി. അവിടെ അനേകായിരം തോട്ടങ്ങൾ നല്ല വരുമാനം നൽകിയിരുന്നു. പക്ഷേ എല്ലാം തന്നെ ഉണങ്ങിപ്പോയി. വെള്ളമില്ലെങ്കിൽ അത്ര തന്നെ ഉണങ്ങിപ്പോയി. അതിന്റെ രൂപം തന്നെ മാറിപ്പോകും അല്ലേ? പച്ചപ്പോടെ ഫലം നൽകിയിരുന്ന മരങ്ങൾ ഇന്നുണങ്ങി നിർജീവമായിരിക്കുന്നു. എല്ലാം നശിച്ചു പോയിരിക്കുന്നു. അതുപോലെയാണ് എന്റെ ജീവിതവും എന്ന് നിങ്ങൾ വിഷമിക്കുകയാണോ? ഇല്ല, നിങ്ങളുടെ ജീവിതം അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്നാൽ ദൈവം വാക്ക് തന്നിരിക്കുന്നു. നീ നല്ല നനവുള്ള തോട്ടത്തെ പോലെയിരിക്കും, നിറയെ വെള്ളമുണ്ട്. നല്ല നനവുള്ളതുകൊണ്ട് തോട്ടം പച്ചപ്പോടെ നല്ല ഫലം തരും അല്ലേ? ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, ഞാൻ നിന്നെ നനവുള്ള തോട്ടത്തെ പോലെ വെച്ചിരിക്കുന്നു എന്ന്. പിന്നെ നിങ്ങൾ എന്തിന് ദുഃഖിക്കുന്നു? ദൈവം നനവുള്ളയൊരു തോട്ടത്തെ, നീരുറവുള്ളയൊരു തോട്ടത്തെ തന്ന് നിങ്ങളുടെ ജീവിതത്തെ ഫലഭൂഷ്ടിയുള്ളതാക്കി തീർക്കും. ഇല്ല, ഭയങ്കര ദാരിദ്ര്യമാണ്, കടം കൂടിയിരിക്കുകയാണ്, പണമില്ല, പല ആവശ്യങ്ങളുണ്ട്, ഞെരുക്കപ്പെട്ട് വരണ്ടുപോയിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണോ? അല്ല, യേശുക്രിസ്തു എന്ന ജീവജലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ, ആ ജീവനദി നിങ്ങളിലേക്ക് ഒഴുകി വന്നാൽ നിങ്ങളുടെ ജീവിതം ബലപൂഷ്ടിയുള്ളതാകും. അതുകൊണ്ട് കർത്താവേ, ജീവജലമാകുന്ന അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണം. കർത്താവേ, ജീവജലം ഒരു നദിയായി മാറി ഒഴുകത്തക്കവണ്ണം എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വർദ്ധിച്ചു വരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചപേക്ഷിച്ചാൽ, ആ പരിതസ്ഥിതിയെ കർത്താവ് മാറ്റി നിങ്ങളുടെ ജീവിതത്തെ ഫലഭൂഷ്ടിയുള്ളതാക്കി മാറ്റും. നനവുള്ള ഒരു തോട്ടത്തെപ്പോലെ നിങ്ങളെ മാറ്റും. ഈ വരണ്ട സ്ഥിതിക്ക് മാറ്റമുണ്ടാകും.
ഉണങ്ങിയിരിക്കുന്ന സ്ഥിതി മാറും. നിങ്ങളുടെ ജീവിതം സമൃദ്ധിയുള്ളതായി മാറും. ഇത് നിങ്ങൾ വിശ്വസിച്ച്, കർത്താവേ, അങ്ങാണ് ജീവജലം, പരിശുദ്ധാത്മാവാകുന്ന ജീവനദി എന്റെ ജീവിതത്തിലേക്ക് വരട്ടെ, അങ്ങ് വാക്ക് തന്നതുപോലെ എന്റെ ഉള്ളിൽ ബലപുഷ്ടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കൂ. ഈ വരണ്ടിരിക്കുന്ന ദാരിദ്ര്യം, കടബാധ്യതകൾ, ആവശ്യങ്ങൾ, ഞെരുക്കങ്ങൾ ഇവയെല്ലാം നീങ്ങി ബലപുഷ്ടിയുള്ള ഒരു ജീവിതം കർത്താവ് നിങ്ങൾക്ക് തരുന്നത് തീർച്ചയായും നിങ്ങൾ കാണും. ആ ആശീർവാദത്തെ നിങ്ങൾ കാണും. അനേകം വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സ്ഥലത്തേക്ക് പോയിരുന്നപ്പോൾ, വാക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മാതാവ് ഓടി വന്ന് എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ കടയുണ്ടായിരുന്നു, അടുത്തൊരു ചെറിയ മുറിയുമുണ്ട്. അതാണ് അവരുടെ വീട്. ഇരിക്കാനൊരു ചെയർ പോലും അവിടെ ഇല്ലായിരുന്നു. അവരൊരു പഴയ പായ വിരിച്ചു, എന്നിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. വളരെ താണ ജീവിതം, വരണ്ടു കിടക്കുന്ന ഒരു ജീവിതം. പക്ഷേ വിശ്വാസത്തോടെ മുടങ്ങാതെ ദിവസവും പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നു. മക്കളുമുണ്ടായിരുന്നു അവിടെ. പാവപ്പെട്ട ഒരു മാതാവ്, വരണ്ടു കിടക്കുന്ന ജീവിതം. ഒരു ചെറിയ കടയിൽ എന്തുമാത്രം കച്ചവടമുണ്ടാകും? 5 or 10 വെച്ചാണ് നിത്യവൃത്തി നടത്തിക്കൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം പിന്നീടൊരിക്കൽ വന്നു. അവരുടെ മക്കൾ ആശീർവദിക്കപ്പെട്ടു. വലിയ ഫാക്ടറി, വലിയ ബിസിനസ്, വലിയ സമൃദ്ധി. അതേ സ്ഥലത്ത് വലിയ ഒരു വീട് വെച്ചിരിക്കുന്നു. എങ്ങും സമൃദ്ധി, മഹത്തായ ആശീർവാദം. ബ്രദർ, കർത്താവെന്നെ ആശീർവദിച്ചിരിക്കുന്നു. ഒരു കാലത്ത് വരണ്ടുപോയ ജീവിതം, പണത്തിന് ബുദ്ധിമുട്ട്, ഞെരുക്കം, ആഹാരത്തിന് പോലും വഴിയില്ലാത്ത സ്ഥിതി. എന്തായാലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവജലമാകുന്ന യേശുവിന് തന്റെ ഹൃദയത്തിൽ സ്ഥലം കൊടുത്ത് ദിവസവും പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമത്രേ. ആ മാതാവിന്റെ പ്രാർത്ഥന കേട്ട് അവരുടെ ജീവിതം ഫലഭൂഷ്ടിയുള്ളതാക്കി കർത്താവ് മാറ്റി. നീരുറവുള്ള തോട്ടത്തെ പോലെ ദൈവം അവരുടെ ജീവിതത്തെ മാറ്റി. നിങ്ങളുടെ ജീവിതത്തെയും മാറ്റും. യേശുവിനെ ദൃഢമായി അനുഗമിക്കൂ. ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് വിഷമിക്കേണ്ട. വരാനുള്ള ആശീർവാദത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങളുടെ ജീവിതം ഒരു വറ്റാത്ത നദിയെപ്പോലെയാകും. ഭംഗിയുള്ള ഒരു തോട്ടമായി, പൂത്തുകുലുങ്ങുന്ന തോട്ടമായി മാറും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. യേശുവേ, എന്റെ കുടുംബത്തെയും എന്റെ ജീവിതത്തെയും, വരണ്ടുപോയ എന്റെ ജീവിതത്തെയും പച്ചപ്പുള്ള ജീവിതമാക്കി മാറ്റാൻ അങ്ങേക്ക് സാധിക്കും. യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിൽ പച്ചപ്പും സമൃദ്ധിയും ഉണ്ടാവട്ടെ. നീരുറവുള്ള തോട്ടത്തെപ്പോലെയാക്കും എന്നു പറഞ്ഞുവല്ലോ. എന്റെ കുടുംബത്തെയും ജീവിതത്തെയും അതുപോലെ മാറ്റണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ